കുർബാന സ്ഥാപിച്ചതായ ദിനമാണ് പെസഹ എന്ന് പറയുന്നത്. പുതിയ നിയമത്തില് അതാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം നാം വായിച്ചു നോക്കിയാൽ ആദ്യോട് അന്തം നാം പരിശോധിക്കുമ്പോൾ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ നോമ്പിൻ കാലഘട്ടത്തിൽ ചിന്തിക്കണം. ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ നമുക്കെല്ലാം സാധിച്ചു കിട്ടുമോ? കുറച്ച് മനസ്സിലായില്ലേ? ദൈവം ഇന്ന് നമ്മോട് കൂടെ ഇരിക്കുമോ? നമുക്കെല്ലാം സാധിച്ചു കിട്ടുമോ? ഞാനിപ്പോ മക്കളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പകുതി പേര് എസ് പറയുന്നു, പകുതി പേര് നോ പറയുന്നു. അതായത് കൺഫ്യൂഷൻ ഉണ്ടല്ലേ? എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ദൈവം നമ്മുടെ കൂടെ ഇന്നിപ്പോ അതിശയിക്കുന്ന ആളുകൾ വന്നിവിടെ ഇരിക്കുക, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കൂല്ലോ? എന്റെ ക്വസ്റ്റ്യൻ നടക്കും? ആവശ്യങ്ങൾ നടക്കത്തില്ല. ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം തീർക്കാം. ബാബുശേഖരൻ 10 മണി വരെ സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശാലമായ ശുശ്രൂഷകളൊക്കെ നടത്തിയത്. കാനാവിലെ കല്യാണ വിരുന്നിന് പരിശുദ്ധ അമ്മയോട് കൂടി ദൈവം ഉണ്ടായിരുന്നു, അല്ലെ? അവിടെ വീഞ്ഞു തീർന്നു പോയില്ലേ? ദൈവം കൂടെ ഉണ്ടായിരുന്നു, വീഞ്ഞു തീർന്നു പോയില്ലയോ? തീർന്നില്ലേ? വീഞ്ഞു തീർന്നു പോയി. പിന്നീട് നമുക്ക് കാണാം, വേദഭാഗം പരിശോധിക്കുമ്പോൾ ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്യുന്നതായ കർത്താവിനെ നമുക്ക് കാണാം. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. വെള്ളം മുങ്ങിപ്പോകാൻ പോയോ? അപ്പൊ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂ? ഇല്ല. കർത്താവ് കൂടെ വേണം, എന്നാൽ കർത്താവിനെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെ? അവിടെ പരിശുദ്ധ മാതാവ് കാനാവിലെ കല്യാണത്തിൽ എന്താ പറഞ്ഞേ? അവനെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവിൻ, അല്ലെ? പരിശുദ്ധ മാതാവിന്റെ ഉള്ളിലുള്ളതായ വിശ്വാസം തന്റെ രക്ഷകൻ കൂടെ ഉണ്ടെങ്കിൽ അവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ചു കഴിഞ്ഞാൽ സകലതും സാധിക്കും. അല്ലാതെ കർത്താവ് ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും സാധിക്കത്തില്ല. നമുക്കറിയാം, അക്കരയ്ക്ക് യാത്ര പോയതായ കർത്താവ് വള്ളത്തിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നാൽ അവര് വീഴാറായപ്പോൾ അവര് കർത്താവിനെ വിളിച്ചു, അല്ലെ? അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ മനസ്സിലാക്കുന്നില്ലയോ എന്ന് ചോദിച്ച് കർത്താവിനെ തട്ടി വിളിച്ച് എണീപ്പിച്ചപ്പോഴാണ് രക്ഷപ്പെട്ടത്. വത്സരമുള്ളവരെ, ഈ നോമ്പിൻ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. കർത്താവ് എന്റെ കൂടെ വേണം, അവന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് സകലതും നമുക്ക് കിട്ടുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് വേണം. ഇവിടെ കുർബാന സ്ഥാപിച്ചത് വിശുദ്ധ ശ്ലീഹന്മാർ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് സിനഗോഗിൽ വെച്ച് പഠിപ്പിക്കുന്നതായ ഭാഗമാണ്. കർത്താവ് തന്റെ ശരീരവും രക്തവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. പിന്നീട് പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാകുന്നു. ഈ കർത്താവിന്റെ ശരീരവും രക്തവും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഡേ ആയതുകൊണ്ടാണ്, അതായത് പെസഹ, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കർത്താവിന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നു, അല്ലെ? കർത്താവിനോട് കൂടെ ആ കൂട്ടായ്മയിൽ പങ്കാളിയാകുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവ് തന്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ചു, മർക്കോസിന്റെ മാളികയിൽ വെച്ച് വരാൻ പറഞ്ഞു. അവർക്ക് ഭക്ഷണവും അവർക്ക് ആ ശരീരവും രക്തവും കൊടുത്ത് കർത്താവിന്റെ കൃപ കൊടുക്കുകയാണ്. ആ കൂട്ടായ്മയിൽ അവിടെ ആവുകയാണ്. അതാണ് പറഞ്ഞത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. ഇതാണ് ദൈവിക മക്കളെ, ഇതാണ് നമുക്ക് അനുഗ്രഹം. കർത്താവിന്റെ ശരീരവും രക്തവും ഇന്ന് പെസഹായിൽ നമ്മൾ ഭക്ഷിച്ചപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം കുമ്പസാരിച്ച് കുർബാനയേറ്റ് ശുദ്ധിയായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ കർത്താവ് പറയാ, എന്റെ ശരീരം ഭക്ഷിച്ചാൽ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇന്ന് നമ്മൾ എന്ത്
ആഗ്രഹിച്ചാൽ സാധിച്ചത്. ഇവിടുന്ന് വെളിയിൽ പോയതിനു ശേഷം എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇവിടെ ഇരുന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നതായാലും പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ ഇരുന്ന് നമ്മൾ എന്ത് ഭക്ഷിച്ചാലും പാനം ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി സ്തോത്രങ്ങൾ അർപ്പിക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. കാരണം കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ട്. രണ്ടാമത്തെ അനുഗ്രഹം, നാം എന്നാളും ജീവിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അവസാന നാളിൽ എന്ത് സംഭവിക്കണേ? ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. മുഖത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അവരുടെ വിശ്വാസമാണ്. നമ്മൾ ചെയ്യുന്നില്ലേ? മരിച്ചുപോയവരുടെ ഒരിക്കലും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും വേണ്ടി ഞാൻ നോക്കി പാർക്കുന്നു. നമ്മളെല്ലാം നോക്കി പാർക്കുകയാണ്. അതായത് കർത്താവിന്റെ ശരീരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ കൃപ ലഭിക്കും, നിത്യജീവൻ ഉണ്ടാവും, എന്നേക്കും ജീവിക്കും. അതുപോലെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നാൽ വളരെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെല്ലാം ഒരുക്കമില്ലാതെ ഈ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ കർത്താവിന്റെ വേദഭാവം പറയുന്നുണ്ട്, നമ്മൾ വലിയ കുറ്റക്കാരായിട്ട് തീരും. ഒരുപക്ഷെ നമ്മൾ രോഗികളാകും അല്ലെങ്കിൽ മരിച്ചു പോകും എന്നാണ് വേദഭാവത്ത് പറയപ്പെടുന്നത്. അതായത് യൂദ ഒറ്റിക്കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഒറ്റപ്പെടല്, ഒരു അന്ധകാരം ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സിൽ വിജയം നേടണമെങ്കിൽ ഒരുപാട് നാളത്തേതായ പരിശീലനം വേണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ തലേദിവസം മുഴുവൻ ഫാസ്റ്റിംഗ് എടുത്ത് തലേദിവസം മുതലേ ഫാസ്റ്റിംഗ് എടുത്തെല്ലാം ആണ് നമ്മൾ പ്രാർത്ഥനയോട് കൂടി ആ കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് അത് പവർഫുൾ ഉള്ളതാണ്. അത് രോഗം മാറ്റി നിർത്തുന്നതാണ്, നമ്മുടെ വിജയക്കൊടിയാണ് എന്ന് മാത്രം ഈ അവസരം ഓർമ്മിക്കട്ടെ. ഈ വെസ്റ്റർ പെരുന്നാളിൽ സംബന്ധിക്കുവാനായി നമുക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെ വെസ്റ്റർ ആഘോഷിച്ച പലരും ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ചു. ഈ കഷ്ടാർപ്പ ആഴ്ചയിൽ നമുക്കറിയാം, ഓശാന മുതൽ നമ്മൾ വെസ്റ്റർ വരെയും പ്രാർത്ഥനകളിലൂടെ ആയിരുന്നതുപോലെ ഇനിയുള്ളതായ ദിവസവും കർത്താവിന്റെ കബറടക്കവും പുനരുത്ഥാനവും നമുക്ക് പ്രാർത്ഥനകളിലൂടെ ആയിരിക്കാം. ആ ഉത്ഥാന പെരുന്നാളിന്റെ ശുശ്രൂഷയിലേക്ക് നാം കടക്കുമ്പോൾ പ്രാർത്ഥനകളിലൂടെ വിശ്വാസികൾ എല്ലാവരും ആയിരിക്കണം എന്ന കാര്യം കൂടി ഈ അവസരം ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ദേവാലയത്തിലൂടെ കടന്നു വരുവാനായി സാധിച്ച ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. അതിനായി അവസരം ഒരുക്കി തന്ന ഈ ഇടവകയുടെ എളിയ ശുശ്രൂഷകനായ വിവിധനോടും ഭരണസമിതി അംഗങ്ങളോടും നിങ്ങളെല്ലാവരോടുള്ളതായ നന്ദി സ്നേഹവും ഒരിക്കൽ കൂടെ ഓർപ്പിക്കേണ്ട. മത്സരമുള്ളവരെ നമ്മുടെ ഈ സർവീസ് സെന്ററിൽ പെസഹ വരെയാണ് നമ്മൾ നടത്താറുള്ളൂ. പിന്നീട് വരുന്ന